പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന പലതരം നക്ഷത്രങ്ങളെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റെഡ് ജയന്റ്, ന്യൂട്രോൺ സ്റ്റാർ, റെഡ് ഡ്വാർഫ്, ബ്ലൂ ജയന്റ്, അങ്ങനെ പലതരം. എന്നാൽ ഇപ്പോഴിതാ പുതിയൊരു പ്രത്യേകതരം നക്ഷത്രത്തിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു നെബുലയെ നിരീക്ഷിക്കുന്നതിനിടയിൽ തികച്ചും യാദർച്ഛികമായിട്ടാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഏകദേശം 10,000 പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നെബുല. ആ നെബുലയെ ഈയിടയ്ക്കാണ് ബഹിരാകാശ ഗവേഷകർ കണ്ടുപിടിച്ചത്. കാരണം അതിൽ നിന്നും ദൃശ്യപ്രകാശമല്ല പുറത്തു വരുന്നത്, പകരം ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ടാണ് ശാസ്ത്രജ്ഞർ അതിനെ കൂടുതലായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് അവിടെ മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം നക്ഷത്രം നിലനിൽക്കുന്ന കാര്യം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ നെബുലകളൊക്കെ വ്യത്യസ്തമായ പല ഫ്രീക്വൻസികളിലും പ്രകാശകിരണങ്ങൾ പുറത്തുവിടും. ഉദാഹരണത്തിന് വളരെ പ്രശസ്തമായ ക്രാബ് നെബുല. ഈ നെബുലയിൽ നിന്നും ദൃശ്യപ്രകാശം, എക്സ്റേ കിരണങ്ങൾ, ഇൻഫ്രാറെഡ് കിരണങ്ങൾ, മറ്റു തരത്തിലുള്ള റേഡിയോ തരംഗങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ ഫ്രീക്വൻസികളിലുള്ള പ്രകാശകിരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ നെബുലയുടെ മധ്യഭാഗത്ത് ഒരു ന്യൂട്രോൺ നക്ഷത്രമുണ്ട്. ക്രാബ് പൾസാർ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. ഇതൊരു പൾസാർ ഇനത്തിൽപ്പെട്ട ന്യൂട്രോൺ നക്ഷത്രമാണ്. എന്നുവെച്ചാൽ അതിന്റെ ധ്രുവങ്ങളിൽ നിന്നും വലിയ തോതിൽ ഊർജവും പദാർത്ഥങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കും. ഈ ന്യൂട്രോൺ നക്ഷത്രത്തിൽ നിന്നും പുറത്തു വരുന്ന ഊർജം ചുറ്റുമുള്ള വാതകങ്ങളിൽ പതിക്കുമ്പോഴാണ് നെബുലയിൽ നിന്നും വ്യത്യസ്തമായ പ്രകാശകിരണങ്ങൾ പുറത്തു വരുന്നത്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഭൂരിഭാഗം നെബുലകളിലും സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നമ്മുടെ ടെക്നോളജികൾ കൂടുതൽ പുരോഗമിച്ചപ്പോൾ കൂടുതൽ നെബുലകളെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചില നെബുലകൾ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിൽ മാത്രമേ പ്രകാശം പുറത്തുവിടുകയുള്ളൂ എന്ന് മനസ്സിലായത്. അങ്ങനെ കണ്ടുപിടിച്ച ഒരു നെബുലയാണ് IRAS 6713 എന്ന നെബുല. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഏതോ പിൻകോഡ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പേര് നൽകിയിരിക്കുന്ന ഈ നെബുലയെ 4 വർഷങ്ങൾക്ക് മുൻപാണ് കണ്ടുപിടിച്ചത്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ മാത്രമാണ് ഈ നെബുലയിൽ നിന്നും ആദ്യം നമുക്ക് കിട്ടിയത്. പിന്നീട് കൂടുതൽ ശക്തമായ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചപ്പോൾ അതിൽ നിന്നും വലിയ തോതിൽ എക്സ്റേ കിരണങ്ങളും പുറത്തു വരുന്നുണ്ടെന്ന് മനസ്സിലായി. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ വളരെ അഡ്വാൻസ്ഡ് ആയ XMM സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് തന്നെ ആ നെബുലയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നും അതിന്റെ മധ്യഭാഗത്ത് ഏതു തരം നക്ഷത്രമാണുള്ളതെന്നും കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും ആ നെബുലയെ കൂടുതലായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അതിനോടൊപ്പം എന്തുകൊണ്ടാണ് ആ നെബുലയിൽ നിന്നും ദൃശ്യപ്രകാശത്തിന്റെ രൂപത്തിൽ പ്രകാശം പുറത്തു വരാത്തതെന്നും മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിച്ചു. ഈ നിരീക്ഷണങ്ങളിലൂടെ അവരെന്താണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ആദ്യം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നെബുലകൾ പല രീതികളിലുമാണ് രൂപം കൊള്ളുന്നത്. ഉദാഹരണത്തിന് ആദ്യം പറഞ്ഞ ക്രാബ് നെബുല രൂപം കൊണ്ടത് ഒരു സൂപ്പർനോവ കാരണമാണ്. അത്യധികം മാസ് ഉണ്ടായിരുന്ന ഒരു വലിയ ഭീമൻ നക്ഷത്രം പൊട്ടിത്തെറിച്ച് നെബുലയായിട്ട് മാറുകയും അതിന്റെ കോർ ഭാഗം മാത്രം അവശേഷിച്ച് അതൊരു ന്യൂട്രോൺ നക്ഷത്രമായിട്ട് മാറുകയും ചെയ്തു. ഇനി വേറെയും രീതികളിൽ നെബുലകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മുടെ സൂര്യൻ നശിക്കുമ്പോൾ അതിന് വിസ്ഫോടനം സംഭവിക്കില്ല. പകരം അതിന്റെ കോർ ഭാഗം മാത്രം ഒരു വൈറ്റ് ഡ്വാർഫ് ആയിട്ട് മാറുകയും പുറം ഭാഗം പതിയെ വികസിച്ച് സാവധാനം അതൊരു നെബുലയായിട്ട് മാറുകയും ചെയ്യും. ഇത്തരം നെബുലകളെ പ്ലാനറ്ററി നെബുല എന്നാണ് പറയുന്നത്. ഈ നെബുലയിൽ കൂടുതലും ഹൈഡ്രജനും ഹീലിയവുമായിരിക്കും അടങ്ങിയിരിക്കുന്നത്. ഈ വൈറ്റ് ഡ്വാർഫിൽ നിന്നും വരുന്ന പ്രകാശം കാരണം ചുറ്റുമുള്ള വാതകങ്ങളും അതായത് നെബുലയും ശോഭിച്ചു നിൽക്കും. ഇനി വേറെയും വിചിത്രമായ രീതികളിൽ നെബുലകൾ രൂപം കൊള്ളും. ഉദാഹരണത്തിന് 2 വൈറ്റ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിൽ നിന്നും സൂപ്പർനോവ സംഭവിക്കുകയും അനന്തരഫലമായിട്ട് അവിടെ ഒരു പുതിയ നെബുല രൂപപ്പെടുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ ഉണ്ടാകുന്ന നെബുലകളിൽ ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും അളവ് വളരെ കുറവായിരിക്കും. ഇത്തരം നെബുലകളിൽ നിന്നും ദൃശ്യപ്രകാശം പുറത്തു വരില്ല. പകരം എക്സ്റേയും ഇൻഫ്രാറെഡ് കിരണങ്ങളുമായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നെബുലകളെ കണ്ടുപിടിക്കാൻ പ്രത്യേകതരം ടെലിസ്കോപ്പുകളും ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ IRAS 6713 എന്ന നെബുലയും ഈ ഒരു രീതിയിൽ, അതായത് 2 വൈറ്റ് ഡ്വാർഫുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതിന്റെ അനന്തരഫലമായിട്ടുണ്ടായ ഒരു നെബുല ആയിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ നക്ഷത്രത്തിൽ നിന്നും ദൃശ്യപ്രകാശം പുറത്തു വരാത്തതെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം 2 വൈറ്റ് ഡ്വാർഫുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിന്റെ മാസ് കൂടുകയും അതൊരു ന്യൂട്രോൺ നക്ഷത്രമായിട്ട് മാറുകയും ചെയ്യും. ഈ ന്യൂട്രോൺ നക്ഷത്രത്തിന് വളരെ വലിയ തോതിലുള്ള ഊർജമുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ദൃശ്യപ്രകാശം പുറത്തു വരേണ്ടതാണ്.
അപ്പോൾ ഈ നെബുലയിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്ത എന്തോ ഒരു പ്രതിഭാസം നിലനിൽക്കുന്നുണ്ടെന്ന് ഗവേഷകർക്ക് മനസ്സിലായി. 2019 ഒരു ഗവേഷണ സംഘം നടത്തിയ മറ്റൊരു പഠനത്തിൽ ഈ നക്ഷത്രത്തിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, ഈ നക്ഷത്രം അത്യധികം പ്രകാശപൂരിതമാണ്. നമ്മുടെ സൂര്യനേക്കാൾ 40,000 മടങ്ങ് പ്രകാശമുണ്ടിതിന്. പ്രകാശമെന്ന് പറയുമ്പോൾ എക്സ്റേയും ഇൻഫ്രാറെഡ് കിരണങ്ങളുമാണ്, അല്ലാതെ ദൃശ്യപ്രകാശമല്ല. എന്തായാലും ഇത്രയും പ്രകാശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വൈറ്റ് ഡ്വാർഫുമായിരിക്കില്ല, ന്യൂട്രോൺ സ്റ്റാറുമായിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഈ നക്ഷത്രത്തിൽ നിന്നും അത്യധികം വേഗതയിൽ സോളാർ റേഡിയേഷൻ പുറത്തു വരുന്നുണ്ട്. സാധാരണ മറ്റു നക്ഷത്രങ്ങളിൽ കണ്ടിട്ടുള്ളതിനേക്കാൾ വേഗത വളരെ കൂടുതലാണിതിന്. മൂന്നാമത്തെ കാര്യം, ഇതിന്റെ മാസ് സാധാരണ വൈറ്റ് ഡ്വാർഫുകളെക്കാളും ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കാളും ശരിക്കും കൂടുതലാണ്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള വൈറ്റ് ഡ്വാർഫുകളേക്കാൾ കൂടുതൽ മാസ് ഉണ്ട് ഇതിന്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ന്യൂട്രോൺ നക്ഷത്രമോ വൈറ്റ് ഡ്വാർഫ് നക്ഷത്രമോ അല്ല. എങ്കിലും ഒരു കാര്യം തീർച്ചയാണ്, 2 വൈറ്റ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് ഈ പുതിയ നക്ഷത്രം ഉണ്ടായിരിക്കുന്നത്. കാരണം സാധാരണ വൈറ്റ് ഡ്വാർഫുകളിലുള്ള പദാർത്ഥങ്ങളാണ് ഇതിലുമുള്ളത്. ഈ നക്ഷത്രത്തിലും ചുറ്റുമുള്ള വാതകങ്ങളിലും അടങ്ങിയിരിക്കുന്നത് ഒരേ രാസപദാർത്ഥങ്ങളാണ്: സിലിക്കൺ, സൾഫർ, നിയോൺ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രവും ചുറ്റുമുള്ള നെബുലയും ഒരേ പ്രതിഭാസത്തിലൂടെയാണ് രൂപം കൊണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്തായാലും നമ്മുടെ സൂര്യനേക്കാൾ 40,000 മടങ്ങ് പ്രകാശമുള്ള ഈ നക്ഷത്രം നമ്മൾ ഇതുവരെ മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത പുതിയ ഒരു തരം സൂപ്പർ മാസീവ് നക്ഷത്രമാണ്. അതായത് ഇതിന് മാസ് വളരെ കൂടുതലാണ്. ഇതിൽ നിന്നും പുറത്തു വരുന്ന ഊർജത്തിന്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് വലിയ തോതിൽ കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട്. അതിനർത്ഥം ഇത് തീരെ അൺസ്റ്റേബിൾ ആയ നക്ഷത്രമാണ്. അങ്ങനെയെങ്കിൽ മിക്കവാറും അടുത്ത 1,00,000 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന് സൂപ്പർനോവ സംഭവിക്കുമെന്നാണ് കരുതുന്നത്. കാരണം മാസ് കൂടിയ നക്ഷത്രങ്ങളിൽ വളരെ വേഗതയിൽ അതിലുള്ള ഇന്ധനം തീർന്നു പോകും. ഇന്ധനം തീരുമ്പോൾ ഗുരുത്വാകർഷണ ബലം കാരണം അതിന്റെ കോർ ചുരുങ്ങുകയും അനന്തരഫലമായിട്ട് അതിന് സൂപ്പർനോവ സംഭവിക്കുകയും ചെയ്യും. ഈ ഒരു നക്ഷത്രം ഇത്രയും വ്യത്യസ്തമായ രീതിയിൽ നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ഉത്തരം ഇപ്പോൾ നമുക്കില്ല. എങ്കിലും സാധ്യതയുള്ള ഒരു കാരണമുണ്ട്. ഒരു പക്ഷേ കൂട്ടിയിടിച്ച വൈറ്റ് ഡ്വാർഫുകളായിരിക്കും കാരണം. അതായത് ആ 2 വൈറ്റ് ഡ്വാർഫുകളും വ്യത്യസ്തമായ പദാർത്ഥങ്ങളുള്ള നക്ഷത്രങ്ങളായിരുന്നിരിക്കും. എന്നുവെച്ചാൽ ഒന്നിൽ കാർബണും ഓക്സിജനും മറ്റേതിൽ കൂടുതൽ ഓക്സിജനും നിയോണുമായിരിക്കും അടങ്ങിയിരുന്നത്. അപ്പോൾ അവ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ഒരുമിച്ച് കൂടിച്ചേരാതെ കുറച്ചു മാത്രം കൂടിച്ചേർന്ന് ഒരു ചെറിയ വൈറ്റ് ഡ്വാർഫായിട്ട് മാറി. ബാക്കി ഭൂരിഭാഗം പദാർത്ഥങ്ങളും ചുറ്റും ചിതറുകയും നെബുലയായിട്ട് മാറുകയും ചെയ്തു. ഈ നെബുലയിൽ നിന്നും വീണ്ടും പദാർത്ഥങ്ങൾ പുതിയതായിട്ട് രൂപം കൊണ്ട ചെറിയ വൈറ്റ് ഡ്വാർഫിലേക്ക് വന്നു ചേരുകയും അതിന്റെ മാസ് കൂടിക്കൂടി പതിയെ ഒരു സാധാരണ നക്ഷത്രമാവുകയും ചെയ്തതായിരിക്കാം. ശേഷം കൂടുതൽ പദാർത്ഥങ്ങൾ അതിൽ ചേരുകയും മാസ് കൂടി ഒരു സൂപ്പർ മാസീവ് നക്ഷത്രമായിട്ട് മാറുകയും ചെയ്തതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നശിച്ചുപോയ 2 നക്ഷത്രങ്ങളുടെ അവശേഷിപ്പിൽ നിന്നും പുതിയൊരു നക്ഷത്രം രൂപം കൊണ്ടു. ഇത് വെറുമൊരു സാധ്യത മാത്രമാണ്. ഈയൊരു സാധ്യത പരിഗണിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അതിൽ നിന്നും ദൃശ്യപ്രകാശം പുറത്തു വരാത്തതെന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ നക്ഷത്രം തികച്ചും വിചിത്രമായ ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. ഇനിയും ശാസ്ത്രജ്ഞർ ഇതിനെ കൂടുതലായിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യും. എങ്കിൽ മാത്രമേ അതിനു പിന്നിലുള്ള രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഈ നക്ഷത്രത്തിന് ഇതുവരെ ഒരു പേര് നൽകിയിട്ടില്ല. ഇതിനെ ഒരു പുതിയ തരം നക്ഷത്രമായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല. ഇനിയും ഭാവിയിൽ ഇതേ സവിശേഷതകളുള്ള വേറെയും നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പുതിയൊരു തരം നക്ഷത്രമായിട്ട് പരിഗണിക്കും. അതുവരെ നമുക്കിതിനു പിന്നിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിനു പിന്നിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.